സർക്കാർ രൂപീകരണത്തിന്റെ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും UDF നേതൃത്വം ഉണ്ട്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. KPCC ആസ്ഥാനം ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഇന്ദിരാഭവനിൽ രാവിലെ തന്നെ വലിയ പന്തലാണ് ഉയർന്നത്. ഫലപ്രഖ്യാപനം അറിഞ്ഞയുടൻ ആഹ്ലാദ പ്രകടനങ്ങൾക്കായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഒപ്പം LDFും NDAയും ഒക്കെയും ആത്മവിശ്വാസം പുലർത്തുന്നുമുണ്ട് താനും. തെക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിശകലനവുമായി രജിത്ത് ചേരുന്നുണ്ട്. അപ്പം മധ്യകേരളത്തിലെ വിശകലനവും വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായരും വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി രേഷ്മയും ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് തെക്കൻ കേരളത്തിലേക്കാണ്, രജിത്തിലേക്കാണ്. രജിത്ത്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം പിടിച്ചാൽ ദക്ഷിണ കേരളം പിടിച്ചാൽ അവർ ഭരണത്തിൽ എന്നൊരു പറച്ചിലൊക്കെ പൊതുവെയുണ്ട്. ഈ തെക്കൻ കേരളം എങ്ങനെ ചിന്തിക്കും? ജനമനസ് എങ്ങോട്ടായിരിക്കും രജിത്ത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു തരത്തിലും ആർക്ക് ജയമെന്ന് പറയാൻ കഴിയാത്ത ഒരു തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇത്തവണ വേദിയായത് എന്നത് തന്നെയാണ്. അതേസമയം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അടക്കം പുറത്തു വന്നപ്പോൾ അത് UDF അനുകൂല തരംഗമായി മാറുന്നു എന്നൊരു കാര്യം മാത്രം നമുക്ക് വ്യക്തമായത്. എന്ത് തന്നെയായാലും 80 മുതൽ 85 സീറ്റ് വരെയാണ് UDF പോലും ഇപ്പോൾ UDF അനുകൂല തരംഗം എന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് 80 മുതൽ 85 സീറ്റ് വരെ. അതേ സമയത്ത് തുടർഭരണം എന്ന അതേ രീതിയിൽ തന്നെയാണ് LDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതാണ്, ആഘോഷ പരിപാടികൾക്കൊക്കെ അവർ തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ LDF ക്യാമ്പ് പറയുന്നത് തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാകും, ആഘോഷം സംഘടിപ്പിക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ തെക്കൻ കേരളത്തിൽ ആർക്കാണ് ഈ രീതിയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് അവർ ഭരണം നേടും എന്ന രീതി തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അങ്ങനെയായിരുന്നുവെങ്കിൽ ഇത്തവണ അത് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NDA കൂടി കൃത്യമായ തങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും. ഒപ്പം തന്നെ 3 മുതൽ 5 സീറ്റ് വരെ തങ്ങൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി അവർ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കറിയാം, 79.79% പോളിംഗ് ആണ് കഴിഞ്ഞ വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃത്യമായി SIRനു ശേഷം വന്നിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിൽ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുതന്നെ അത് ഏതു രീതിയിൽ ആർക്ക് അനുകൂലമാകുമെന്നാണ് ഇനി കാണാനുള്ളത്. എന്തുതന്നെയായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്. അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിനാൽ തന്നെ ആ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളൊക്കെയും തന്നെ നാളെ KPCC ആസ്ഥാനത്തെത്തി ഫലപ്രഖ്യാപനം കണ്ടതിന് ശേഷം തങ്ങൾ ജയിക്കുകയാണെങ്കിൽ വേണ്ട മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. അത് ജയം ഉറപ്പിച്ചുകൊണ്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയം ഉറപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പന്തലടക്കമുള്ള കാര്യങ്ങൾക്ക് അവർ തയ്യാറാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ മധുരം വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ അടക്കം അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതേ രീതിയിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ EKG സെന്ററിലും നാളെ ഉണ്ട്. അവർ മറ്റു നേതാക്കൾക്കൊപ്പം അവിടെ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് BJP ആസ്ഥാനത്തും നേതാക്കൾ നാളെ ഒന്നിച്ചിരുന്ന ഫലപ്രഖ്യാപനം കണ്ടതിന് ശേഷം തങ്ങൾക്ക് അനുകൂലമായ വിധി ഒന്നിച്ചിരുന്ന് കാണുക എന്നത് തന്നെയാണ് അവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഘോഷത്തിന്റെ ഒരു മൂഡ് തന്നെയാണ്. കാരണം എല്ലാവരും വിജയം പ്രതീക്ഷിക്കുന്നു. അത്ര കണ്ട് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് മുന്നണികൾ കരുതിയിരിക്കുന്നത്. അത് ഏതു രീതിയിലാകുമെന്നതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആ മണിക്കൂറുകൾക്ക് ശേഷം കൃത്യമായ ഫലത്തിലേക്ക് കടക്കുകയും ചെയ്യും. അശ്വതി.